നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്റ് ചാറ്റ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ 3 L's ഓഫ് എംപവർമെൻറ്റിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ഷോർട്ട് നോട്ട്സും അതേപോലെ തന്നെ അതിൻ്റെ ഒരു റിവിഷൻ പോലത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എക്സാം ടൈം ആകുമ്പോഴേക്കും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷിലെ ചാപ്റ്റേഴ്സ് ഒന്നും കറക്റ്റായിട്ട് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള സൊല്യൂഷനാണ്, അതായത് എക്സ്പെഷ്യലി ഇംഗ്ലീഷിൻ്റെ പ്രോസ് സെക്ഷൻസ് ഒക്കെ, അതായത് നോവൽസ് അല്ലെങ്കിൽ നോവൽസിൻ്റെ സെക്ഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ്, അതേപോലെ തന്നെ എന്താ പറയുക എസ്സേയ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ഹോൾ കണ്ടൻറ്റ് പഠിച്ചതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഡിവൈഡ് ആൻഡ് ലേൺ. ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഡിവിഷൻ്റെയും ഓരോ പാർട്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ട് 2-3 ലൈൻസ് ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുവരാൻ പാടുള്ളൂ. അത്തരത്തിൽ വളരെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു ലൈൻസ് അതിൽ മേജറായിട്ട് വരുന്ന ടേംസ് അല്ലാന്നുണ്ടെങ്കിൽ മേജറായിട്ട് വരുന്ന കോഡ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് എന്തായാലും എക്സാമിന് ഈസി ആയിട്ട് റീകോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി എൻ്റെ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഈ സംഭവം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ യൂസ്ഫുൾ ആണ് എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ സെയിം സാധനം ഈ എവിടെയും കൂടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഷോർട്ടാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിൻറ്റ്സിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, അല്ല ചുരുക്കി എഴുതാം. അത് മാർക്ക് എത്രയാണോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതനുസരിച്ച് നമുക്കതിനെ എഴുതാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്ന ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സെക്ഷനായിട്ട് നമുക്കിതിനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓൾറെഡി അറിയാം 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തന്നെ എന്തിനെക്കുറിച്ചാണ്? വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിമൻ എംപവർമെൻറ്റിൻ്റെ മുന്നോടിയായിട്ട് സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന 3 L's എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ റൈറ്റർ ഇതിനകത്ത് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ആ 3 L's ഏതൊക്കെയായിരുന്നു? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 3 L'സിനെ തന്നെ ഓരോ സെപ്പറേറ്റ് പോർഷൻസ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അത് ഓരോ ചാപ്റ്ററും അതിൻ്റെ രീതിക്കായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു 3 L's എന്താണ് എന്ന് കറക്റ്റായി പഠിക്കുക, ജസ്റ്റ് 1-2 ലൈൻസിൽ പഠിച്ച് വയ്ക്കുക. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് അതിനകത്ത് നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വരുന്ന ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, പഠിക്കുക, പഠനം, അല്ലെങ്കിൽ എന്താ പറയുക എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു പോയിൻ്റാണ് അതിനകത്ത് വരുന്നത്. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ വിച്ച് ഹെൽപ്സ് ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അതായത് ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടലുകൾ, അതായത് സ്ത്രീ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ പെൺകുട്ടി എന്നുള്ള പേരിൽ പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ അത് പലരും ഫേസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ പലരും ഫേസ് ചെയ്യുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണം, അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് ആ ഒരു ബ്രേക്കിന് അല്ലെങ്കിൽ ആ ഒരു ഷാക്കിൾസിന് അല്ലെങ്കിൽ ആ ഒരു ചെയിനിനെ നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ചങ്ങലക്കണ്ണികളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലേണിംഗ് എന്നാണ് നമുക്ക് ഫസ്റ്റ് പോയിന്റിനകത്ത് പറയുന്നത്. അതിനുവേണ്ടി തന്നെ അതിനൊന്ന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു കോട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു എഡ്യൂക്കേറ്റ് എ മാൻ. നിങ്ങളൊരു ബോയിനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, ഒരു ആൺകുട്ടിയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഒരു പുരുഷനെയാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, അതേസമയം നിങ്ങൾ പെൺകുട്ടിയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു എഡ്യൂക്കേറ്റ് എ വില്ലേജ്, ഒരു ഗ്രാമത്തിനെയാണ് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. കാരണം സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്രയും വളരെ ബ്രോഡ് ലെവലിലേക്ക് അതിൻ്റെ എന്താ പറയുക പോസിറ്റീവ്സ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാമെന്നാണ് ആ ഒരു കോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലേണിംഗ് എത്രത്തോളം വിമൻ എംപവർമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ സെക്കൻഡ് സെക്ഷൻ എന്താണ്? ലേബർ എന്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലേബർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന ഒരു തൊഴിലവസരങ്ങളെക്കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹെൽപ്സ് വിമൻ ടു ഫ്ലോറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അപ്പോൾ തൊഴിലവസരങ്ങൾ നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത്? സ്ത്രീകളെ അവരുടെ ആ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവുകളെ എന്ത് ചെയ്യുക, ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് അവർ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യമാണ് ലേബർ എന്ന് പറയുന്നത്. അറ്റ് പ്രസൻറ്റ് ദേ ആർ സ്റ്റക്ക് ഇൻ ലോ പേയിങ്, ലോ സ്റ്റേറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി. ഇപ്പോൾ സ്ത്രീകൾ എവിടെ കുടുങ്ങിക്കിടക്കുക എന്നാണ് പറയുന്നത്? ലോ പേയിങ്, കുറഞ്ഞ വേതനം, അതായത് ജോലി പുരുഷന്മാരുടെ പോലെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് വേതനം കുറഞ്ഞു കിട്ടുന്നൊരവസ്ഥ. ലോ സ്റ്റേറ്റസ്, സമൂഹത്തിൽ പുരുഷനേക്കാൾ താഴെയാണ് സ്ത്രീകൾ എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട്. ആൻഡ് ലോ സെക്യൂരിറ്റി, സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലും സ്ത്രീകളുടെ കാര്യം വളരെ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക പെയിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റസിൻ്റെ കാര്യമാണെങ്കിലും സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും പുരുഷനേക്കാൾ താഴെ നിൽക്കുന്ന ഒരവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയാണ് സ്ത്രീകൾ എന്നാണ് പറയുന്നത്.
അപ്പോൾ ആ ഒരു സെക്ഷനും നമുക്ക് അതിനകത്തൊരു കോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ലൈൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതും കാണുന്നത് പഠിച്ചെഴുതാം കേട്ടോ. അപ്പോൾ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പണ്ട് മുതലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കോട്ട് തന്നെയായിരിക്കും അത്. അപ്പോൾ അതാണ് ലേബർ എങ്ങനെയാണ് ആ ഒരു വിമൻ എംപവർമെൻറ്റിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി തേർഡ് സെക്ഷൻ എന്താണ്? ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ലീഡർഷിപ്പ്, അതായത് ആ ഒരു മുൻനിരയിൽ ഒരു നേതൃത്വം വഹിക്കുന്ന സ്ഥാനത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരിക. ഇത്രയും കാലം അല്ലെങ്കിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആ ഒരു ലീഡറിൻ്റെ താഴെ നിന്നൊരു ഡോളിനെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു പാസീവ് റോൾ കൊടുക്കാതെ എപ്പോഴും ആക്റ്റീവായിട്ട് പുതിയ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഫീൽഡുകൾ അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ടാലൻസ്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് എന്തിനു സാധിക്കും? സ്ത്രീകൾക്ക് അവരുടെ ടാലൻസ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാക്ഷാത്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വിമൻ ഷുഡ് ടേക്ക് റിസ്ക്സ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കിടക്കുക, എന്നിട്ട് ആ ഒരു ലീഡർഷിപ്പ് പോലത്തെ കാര്യങ്ങളിലോട്ട് പുതിയ പുതിയ ഫീൽഡുകളിലേക്ക് വരിക. അപ്പം നമുക്ക് വരുന്ന റിസ്ക്കുകളും കാര്യങ്ങളും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം നമ്മൾ കാണിക്കുക. അതിനവിടെ കൊടുക്കുന്നൊരു കോട്ടാണ് ഡയർ ദ ഡിഫറൻസ്. ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ഡിഫറൻസിൽ നിങ്ങൾക്ക് എന്താണ് റിസൾട്ടായിട്ട് കിട്ടുന്നത്, ആ ഒരു റിസ്കിനെ എന്ത് ചെയ്യണം? ധൈര്യപൂർവ്വം നേരിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 Ls കൊണ്ട് എന്താണ്? ആ 3 കാര്യങ്ങളും സെപ്പറേറ്റ്ലി എങ്ങനെയാണ് വിമൻ എംപവർമെൻറ്റിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അല്ലെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ സൊല്യൂഷനായിട്ട് കൊണ്ടുവരാം എന്നുള്ള കുറച്ച് 3-4 പോയിൻറ്റ്സും കൂടെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. വിമൻ ആർ ബ്ലോക്ക്ഡ് ഫ്രം contributing their true potential. നമ്മുടെ സ്ത്രീകളുടെ ആ ഒരു ഒറിജിനൽ കഴിവുകൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽസ് എല്ലാം പുറത്ത് കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്നൊക്കെ നമ്മളതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മോർ പോളിസീസ് ആർ നീഡഡ് ടു എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഓഫ് വിമൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആവശ്യമുണ്ട്? സ്ത്രീകളുടെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പോളിസികൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ്. ഇപ്പോൾ വ്യവസായത്തിൻ്റെ പോലത്തെ അല്ലെങ്കിൽ എന്താ ബിസിനസ് ഫീൽഡുകളിലേക്കൊക്കെ കൂടുതൽ എന്താ പറയുക ലോണുകൾ കാര്യങ്ങളൊക്കെ ആക്സസിബിൾ ആക്കുന്ന രീതിയിൽ കൂടുതൽ എന്ത് ചെയ്യുക? അവർക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു കൊടുക്കുക. സ്ത്രീയാണ് എന്നുള്ള പേരിൽ ലോൺ കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് അതിനൊക്കെയും അവരെ സപ്പോർട്ട് ചെയ്യാം. ഓൾ വിമൻ ഷുഡ് മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് എനി പ്രെജുഡൈസസ്. ഏതൊരു സ്ത്രീക്കും അവരുടെ ആ ഒരു കഴിവുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് അല്ലെങ്കിൽ അത് തെളിയിച്ചെടുക്കാൻ വേണ്ടി പുറത്ത് കാണിക്കാനുള്ള അവസരം കൊടുക്കണം. അവിടെ നമ്മൾ എന്തിനിട കൊടുക്കരുത്? പ്രെജുഡൈസസ്, അതായത് നമ്മുടെ മുൻധാരണകൾ, ആ സ്ത്രീയല്ലേ അപ്പം അത്രേ പറ്റുള്ളൂ, അത്തരത്തിലുള്ള ധാരണകൾക്കൊക്കെ ഒന്ന് വഴിമാറി കൊടുക്കുക. എന്നിട്ട് വഴിമാറി കൊടുക്കല്ല, അതിനൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവർക്ക് അവരുടെ ഒരു പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇഫ് യു ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. അപ്പോൾ അത്തരത്തിലൊരു ഡിഫറൻസിന് നമ്മൾ ധൈര്യം കാണിക്കുകയാണെങ്കിൽ, ആ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ വല്ലാത്തൊരു ഡിഫറൻസ് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്നുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമ്മുടെ മുന്നിൽ ക്ലിയർ ആയിട്ട് കാണും. അതുവരെയുള്ള ആ സിസ്റ്റത്തിൽ നിന്നും പുതിയൊരു മാറ്റം, ഒരു ഡിഫറൻസ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ചേഞ്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ മെയിൻ പോയിന്റ്സ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എക്സാമിന് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് പഠിക്കുക അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും പഠിക്കുക എന്നതിൽ ഉപരിയായിട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്നും എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ സ്വയം പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് നിങ്ങൾ എപ്പോഴും ഇത്തരത്തെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്നും എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് എന്താ പറയുക പ്രിപ്പയർ ആയിട്ട് എക്സാമിന് ഫേസ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്